പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ശ്രീവരാഹം എന്നറിയപ്പെടുന്ന വരാഹമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ ശ്രീവരാഹമാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. ഉപദേവതകളായിട്ട് ഗണപതി, കൃഷ്ണൻ, നാഗരാജാവ്, യക്ഷിയമ്മ തുടങ്ങിയവയാണ് ഉപദേവന്മാർ. വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. വരാഹത്തോടൊപ്പം ലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കേരളത്തിൽ വരാഹത്തെ 3 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിൽ മേൽക്കൂരയുള്ള ഒരു ക്ഷേത്രമാണിത്. 4 അമ്പലം ചതുരാകൃതിയിലാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അർച്ചന, ഗണപതി ഹോമം, അഷ്ടോത്തരാർച്ചന, ത്രിമധുരം, പാൽപ്പായസം, ഉണ്ണിയപ്പം, തുലാഭാരം തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളായിട്ട്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്രത്തിൻ്റെ അന്നേ ദിവസമാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ ഭഗവതിയുടെ വരാഹമൂർത്തിയുടെ അഷ്ടോത്തരം നല്ല ഭംഗിയായി എഴുതി വച്ചിരിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. കൃഷ്ണൻ്റെ പ്രതിഷ്ഠ ബാക്ക് വശത്തായിട്ട് ചെറിയൊരു കൃഷ്ണൻ്റെ പ്രതിഷ്ഠയും ഉണ്ട്. നല്ല ഭംഗിയാണ് കൃഷ്ണനെ കാണാൻ. എല്ലാം നേരിൽ കണ്ട അനുഭവം ഉണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ. ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നൽകിയ ചെറു വിവരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.